ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. യുഎഇയിലെ സകാത്ത് ശേഖരണം, വിതരണം, കൈകാര്യം ചെയ്യൽ എന്നിവ നിയന്ത്രിക്കുന്ന കരട് നിയമത്തിന് അംഗീകാരം. കഴിഞ്ഞ ദിവസം ഫെഡറൽ നാഷണൽ കൗൺസിലാണ് നിയമം പാസാക്കിയത്. നിയമലംഘനങ്ങൾക്ക് 10 ലക്ഷം ദിർഹം വരെ പിഴയും തടവും ഉൾപ്പെടെയുള്ള കർശന ശിക്ഷയുമുണ്ടാകും. രാജ്യത്തെ സകാത്ത് പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള സമഗ്രമായ ഒരു സംവിധാനം വികസിപ്പിക്കുന്നതിലെ സുപ്രധാന ചുവടുവയ്പ്പാണ് പുതിയ നിയമനിർമ്മാണമെന്ന് ഇസ്ലാമിക് അഫയേഴ്സ് എൻഡോവ്മെന്റ്, സകാത്ത് എന്നിവയുടെ ജനറൽ അതോറിറ്റി ചെയർമാൻ ഡോക്ടർ ഒമർ ഹബ്തുർ അൽ ദാരി അറിയിച്ചു. ഇത് ഭരണം മെച്ചപ്പെടുത്തുകയും സകാത്ത് യോഗ്യരായ സ്വീകർത്താക്കളിലേക്ക് കാര്യക്ഷമമായി എത്തിച്ചേരുന്നു എന്ന് ഉറപ്പാക്കുകയും സാമൂഹിക പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സൗദി അറേബ്യയിലെ വാഹന ഉടമകൾക്ക് കുടിശ്ശികയുള്ള ട്രാഫിക് പിഴകളിൽ 50% കിഴിവ് പ്രയോജനപ്പെടുത്താനുള്ള അവസരം ഏപ്രിൽ 18 വരെ മാത്രമായിരിക്കുമെന്ന് സൗദി ജനറൽ ട്രാഫിക് വകുപ്പ് അറിയിച്ചു. അതിനു മുമ്പ് കുടിശ്ശികകൾ അടച്ചു തീർക്കാൻ അധികൃതർ ഡ്രൈവർമാരോട് നിർദ്ദേശിച്ചു. കഴിഞ്ഞ വർഷം അഥവാ 2024 ഏപ്രിൽ 18 മുമ്പ് നടത്തിയ നിയമലംഘനങ്ങൾക്കാണ് 50% കിഴിവ് ബാധകമാവുക. അതിനുശേഷമുണ്ടായ ട്രാഫിക് പിഴകൾക്ക് ഇളവ് ബാധകമാകില്ല. വാഹന ഉടമകൾക്ക് അവരുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കാൻ അവസരം നൽകുന്നതിനു വേണ്ടി അനുവദിച്ച ആനുകൂല്യം ഉപയോഗപ്പെടുത്താത്തവർ ഏപ്രിൽ 18 ശേഷം മുഴുവൻ തുകയും അടയ്ക്കേണ്ടി വരും. ഡ്രൈവർമാർക്ക് തങ്ങൾക്കുള്ള ട്രാഫിക് പിഴകൾ മുഴുവനെടുത്ത് അതിന്റെ പകുതി അടച്ച് ബാധ്യതകൾ തീർക്കാം. കിഴിവ് തുക മുഴുവനും ഒറ്റയടിക്ക് അടയ്ക്കാൻ പ്രയാസമുള്ളവർക്ക് ഓരോ നിയമലംഘനത്തിനുമുള്ള പിഴകളുടെ പകുതി അടയ്ക്കുന്ന രീതിയും അവലംബിക്കാം. നിങ്ങളുടെ പിഴ അടയ്ക്കുന്നതിന് ബില്ലുകൾ, സർക്കാർ സേവന ഫീസ്, പിഴകൾ എന്നിവയ്ക്കുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമായ സദത് പേയ്മെന്റ് സിസ്റ്റം ഉപയോഗിക്കാമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. അല്ലെങ്കിൽ ദേശീയ ലംഘനങ്ങൾക്കുള്ള പിഴകൾ അടയ്ക്കുന്ന പ്ലാറ്റ്ഫോമായ ഇഫ വഴിയും പേയ്മെന്റുകൾ നടത്താം. അതേസമയം പിഴ കുടിശ്ശികയിൽ ഇളവ് ലഭിക്കുന്നതിന് ചില വ്യവസ്ഥകൾ സൗദി ആഭ്യന്തര മന്ത്രാലയം മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇതുപ്രകാരം ഇളവ് കാലയളവിൽ ചില ട്രാഫിക് ലംഘനങ്ങൾ നടത്തുന്ന കുറ്റവാളികൾക്ക് കുടിശ്ശിക കിഴിവിന് അർഹത ഉണ്ടായിരിക്കില്ല. വാഹനം അപകടകരമായ രീതിയിൽ ഓടിച്ച് ഡ്രിഫ്റ്റിംഗ് നടത്തുന്നതാണ് ഇവയിലൊന്ന്. മയക്കുമരുന്നുകളുമായോ നിരോധിത വസ്തുക്കളുടെയോ സ്വാധീനത്തിൽ വാഹനമോടിക്കൽ, മണിക്കൂറിൽ 120 കിലോമീറ്റർ അല്ലെങ്കിൽ 140 കിലോമീറ്റർ എന്നീ വേഗപരിധി കവിയുക എന്നീ നിയമലംഘനങ്ങളിൽ ഏർപ്പെടുന്നവർക്കും പിഴ ഇളവ് ലഭിക്കില്ലെന്ന് അധികൃതർ കൂട്ടിച്ചേർത്തു. രാജ്യത്തെ സ്വദേശികളും വിദേശികളുമായ ഡ്രൈവർമാർക്ക് പിഴ ഇളവിന് അർഹത ഉണ്ടായിരിക്കും. ഏപ്രിൽ 18 മുമ്പായി പിഴകൾ അടച്ചു തീർക്കാത്തവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും ഇളവ് കാലാവധി കഴിയുന്ന മുറയ്ക്ക് മുഴുവൻ തുകയും കണ്ടുകെട്ടാനാണ് അധികൃതരുടെ തീരുമാനം. യുഎഇ മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം നൽകുന്ന സാധുവായ വർക്ക് പെർമിറ്റ് ഇല്ലാതെ വീട്ടുജോലിക്കോ സ്ഥാപനങ്ങളിലോ വ്യക്തികളെ നിയമിക്കുന്നതിനെതിരെ കർശന നടപടികളുമായി യുഎഇ. സ്ഥാപനങ്ങളിലായാലും വീടുകളിലായാലും പരീക്ഷണാടിസ്ഥാനത്തിൽ പോലും നിയമവിരുദ്ധമായി ജോലിക്ക് ആളുകളെ വെക്കുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നതായും മന്ത്രാലയം അറിയിച്ചു. മന്ത്രാലയത്തിൽ നിന്നും വർക്ക് പെർമിറ്റ് നേടുന്ന ഏതൊരു വ്യക്തിയും തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ വരുമെന്നും മന്ത്രാലയം അതിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച ഹ്യൂമൻ റിസോഴ്സസ് മാഗസിനിന്റെ ഏറ്റവും പുതിയ പതിപ്പിൽ പ്രസ്താവിച്ചു. സാധുവായ പെർമിറ്റ് ഇല്ലാതെ തൊഴിലാളികളെ നിയമിക്കുന്ന തൊഴിലുടമകളെ യുഎഇ ലേബർ റിലേഷൻസ് നിയമത്തിന്റെ ലംഘനമായി കണക്കാക്കും. രാജ്യത്തുടനീളമുള്ള നിയമവിരുദ്ധ തൊഴിൽ കണ്ടെത്തുന്നതിന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ്, പോർട്ട് സെക്യൂരിറ്റിയുമായി സഹകരിച്ച് മന്ത്രാലയം പതിവായി സംയുക്ത പരിശോധനകൾ നടത്തിവരികയാണ്. ഒരു തൊഴിലുടമ രേഖകളില്ലാത്ത തൊഴിലാളികളെ നിയമിക്കുന്നത് കണ്ടെത്തിയാൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കും. ഇങ്ങനെ പിടിക്കപ്പെടുന്ന കേസുകളിൽ തൊഴിലുടമയുടെ ലേബർ ഫയൽ ഉടനടി സസ്പെൻഡ് ചെയ്യും. വീട്ടുജോലിക്കാർക്ക് പുതിയ വർക്ക് പെർമിറ്റുകളും നിഷേധിക്കും. സാമ്പത്തികവും നിയമപരവുമായ പിഴകൾക്കായി ഇവരെ പബ്ലിക് പ്രോസിക്യൂഷന് റഫർ ചെയ്യുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ലൈസൻസില്ലാതെ ഗാർഹിക തൊഴിലാളികളെ നിയമിക്കുന്നത് ഗുരുതരമായ കുറ്റമാണെന്നും ഗാർഹിക തൊഴിലാളികളെക്കുറിച്ചുള്ള ഫെഡറൽ ഡിഗ്രി നിയമത്തിലെ ആർട്ടിക്കിൾ 27 അനുസരിച്ച് കുറഞ്ഞത് 1 വർഷം തടവും 2 ലക്ഷം ദിർഹം മുതൽ 10 ലക്ഷം ദിർഹം വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി.
രേഖകളില്ലാത്ത വീട്ടുജോലിക്കാരെ നിയമിക്കുകയോ നിയമപരമായ അനുമതി കൂടാതെ മൂന്നാം കക്ഷികൾക്ക് വേണ്ടി ജോലി ചെയ്യാൻ അനുവദിക്കുകയോ ചെയ്യുന്നത് തൊഴിലുടമകൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ആരോഗ്യപരവും സാമൂഹികവുമായ അപകടസാധ്യതകൾ സൃഷ്ടിക്കുന്ന ഗുരുതരമായ നിയമലംഘനമാണെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഔദ്യോഗിക വെബ്സൈറ്റുകളിലൂടെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെയും പരിശോധിക്കാൻ കഴിയുന്ന ലൈസൻസുള്ള റിക്രൂട്ട്മെന്റ് ഏജൻസികളുമായി മാത്രമേ കരാറിൽ ഏർപ്പെടാവൂ എന്നും മന്ത്രാലയം തൊഴിലുടമകളോട് ആവശ്യപ്പെട്ടു. ഈ അംഗീകൃത ഏജൻസികൾ മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും ഇത് സ്വദേശികൾക്കും പ്രവാസി കുടുംബങ്ങൾക്കും ഉയർന്ന നിലവാരമുള്ള സേവനങ്ങൾ ഉറപ്പാക്കുമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. UAEക്കും ഇന്ത്യക്കും ഇടയിൽ അടുത്ത 5 വർഷത്തിനുള്ളിൽ വിമാന നിരക്കുകളിൽ 20% കുറവ് സംഭവിക്കും. CNBC TV 18 നൽകിയ അഭിമുഖത്തിൽ ഇന്ത്യയിലെ UAE അംബാസിഡർ അബ്ദുൽ നാസർ അൽ ഷാലിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ടിക്കറ്റ് നിരക്കുകളിലെ ഈ കുറവ് ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് ഏകദേശം 100 കോടി രൂപയോളം ലാഭിക്കാൻ സഹായിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. UAE ഇന്ത്യയുമായി 4:1 അനുപാതത്തിലുള്ള എയർ കണക്ടിവിറ്റി ക്രമീകരണം നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് അൽ ഷാലി വെളിപ്പെടുത്തി. ഈ നിർദ്ദേശപ്രകാരം ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് 4 അധിക വിമാനങ്ങൾ സർവീസ് നടത്താനോ UAE വിമാന കമ്പനികൾക്ക് അനുവദിക്കുന്ന ഓരോ അധിക വിമാനത്തിനും സീറ്റ് ശേഷി വർദ്ധിപ്പിക്കാനോ അനുവാദമുണ്ടാകും. അതേസമയം ഈ സംരംഭം താൽക്കാലികമാണെന്നും ഇന്ത്യൻ വിമാന കമ്പനികൾ അവരുടെ പ്രവർത്തനങ്ങൾ വികസിപ്പിക്കുന്നതിനായി മുന്നോട്ട് വന്നാൽ 3-1-2-1 അല്ലെങ്കിൽ 1-1 അനുപാതത്തിലേക്ക് ഇത് മാറാനുള്ള സാധ്യതയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വ്യോമയാന മേഖലയ്ക്ക് പുറമെ ഇന്ത്യയും UAEയും തങ്ങളുടെ ഉഭയകക്ഷി ബന്ധവും ശക്തിപ്പെടുത്തുകയാണ്. പ്രതിവർഷം 15% നിരക്കിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഉഭയകക്ഷി വാണിജ്യം നിലവിൽ $80 ബില്യൺ എത്തിയിട്ടുണ്ട്. കൂടാതെ പ്രതിരോധം, പെട്രോളിയം, കരുതൽ ശേഖരത്തിന്റെ വിപുലീകരണം, ജീനോം സീക്വൻസിംഗ്, ഡാറ്റാ സെന്ററുകൾ തുടങ്ങിയ പുതിയ മേഖലകളുടെ വികസനത്തിലും ഇന്ത്യയുമായുള്ള സഹകരണം വർദ്ധിപ്പിക്കാൻ UAE ആഗ്രഹിക്കുന്നുണ്ടെന്നും അൽ ഷാലി വ്യക്തമാക്കി. ജോലിയും താമസിക്കാൻ സ്ഥലവുമില്ലാതെ 100-ലേറെ പ്രവാസികൾ റിയാദിൽ ദുരിതത്തിൽ. മലയാളികളടക്കം ഭൂരിഭാഗം പ്രവാസികളും ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. തൊഴിൽ വാഗ്ദാനം ചെയ്തവരുടെ വഞ്ചനയാണ് 50ഓളം മലയാളികളെ കുടുക്കിയതെങ്കിൽ കമ്പനി തകർന്നതാണ് 100-ലേറെ വരുന്ന പ്രവാസികളെ ദുരിതത്തിലാക്കിയത്. കഴിഞ്ഞ ദിവസം റിയാദിൽ പ്രമുഖ ജ്വല്ലറി നടത്തിയ ഇഫ്താർ സംഗമത്തിനെത്തിയത് 100ഓളം പ്രവാസികളായിരുന്നു. ഒരു കാലത്ത് റിയാദിൽ നല്ല നിലയിൽ പ്രവർത്തിച്ചിരുന്ന പ്രമുഖ കമ്പനിയിലെ ജീവനക്കാരായിരുന്നു അവർ. കോവിഡിന്റെ തൊട്ടുമുമ്പ് തകർച്ചയിലേക്ക് വീണ കമ്പനിക്ക് പിന്നീട് കരകയറാനായില്ല. നിരവധി പേർ നാട്ടിലേക്ക് പോയെങ്കിലും ഇഖാമയുടെ കാലാവധി തീർന്നതിനാൽ 100-ലേറെ ഇപ്പോഴും ദുരിതത്തിലാണ്.